ചന്ദ്രൻ പിളർന്നിട്ടുണ്ടോ? അതാണിപ്പോൾ വളരെ വലിയ ശാസ്ത്ര ലോകത്തെ ചർച്ചയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഡിബേറ്റിൽ ഒന്നിലധികം സാഹചര്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിലപാടുകൾ പറഞ്ഞിരുന്നു. പല വിമർശനങ്ങളും അതിൽ ഇപ്പോഴും മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ക്ലിപ്പ് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പുതിയ ക്ലിപ്പല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ ഒരു വലിയൊരു നേതാവായിരുന്നു. അവരുടെ സംസ്ഥാന തലത്തിലൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച TV ചാനലുകളിലൊക്കെ വരാറുള്ള, അവരുടെ ചാനലുകളിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളൊക്കെ ഇടാറുള്ള ഒരു മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു പിന്നെ നാസ്തിക നേതാവുമായി ഞങ്ങൾ നടത്തിയിട്ടുള്ളൊരു ചർച്ച. അതിന്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. അവർ നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ച് അതെ, അവരുടെ സ്റ്റുഡിയോയിലേക്ക് അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളൊരു സംവാദമാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ഈ വിഷയം മാത്രമൊന്നല്ല, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ചന്ദ്രനെ പിളർക്കുക എന്ന് പറയുന്നൊരു സംഭവം, അതായത് ചന്ദ്രൻ പിളർന്നിട്ടുണ്ടോ എന്നുള്ള സംഭവം തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റോളം സംസാരിക്കുന്നുണ്ട്. അതിൽ പക്ഷേ ഒരു 30 സെക്കൻഡൊക്കെയാണ് ചില ആളുകൾക്ക് അത് ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതും കൂടി അവർ ഇടാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളത് കൂടി ആൾക്കാർ കേൾക്കാൻ കൂടി ചിലപ്പോൾ അത് കാരണമാവുകയാണെങ്കിൽ നല്ലതാണ്. ഏതായാലും അവരിടുന്ന ക്ലിപ്പും അതിനോട് വളരെ ശാസ്ത്രീയമായി പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ അവരിടുന്ന ക്ലിപ്പിന്റെ ഭാഗം ഒന്ന് കാണാം. അതായത് ചന്ദ്രനെ പുലർത്തി കാണിക്കൂ എന്ന് പറഞ്ഞ കാര്യം, അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള മക്കയിലുള്ള അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പിളർന്നു, അത് ഒരുമിച്ച് കൂടി എന്നുള്ളത് കാണുകയും എന്നിട്ട് അവിശ്വാസികളായ ആളുകൾ അതിന് പറഞ്ഞിട്ടുള്ള ന്യായം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും ചന്ദ്രനെ രണ്ടായി പിളർന്നു, വീണ്ടും കൂട്ടിച്ചേർത്തു. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഈ ഇത്ര സെക്കൻഡ് ക്ലിപ്പുകളാണ് ഇനി ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരുപാട് ചർച്ച ആവശ്യത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത്, അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളതിങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം ചോദിക്കുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഇതിൽ ഇവർ വിചാരിക്കുന്നത് എന്താ, വലിയ എന്തോ ഒരു പ്രശ്നം. കാരണം എന്താ, മുസ്ലിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭയങ്കര അത്ഭുതമാണ്. കാരണം അത്തരത്തിൽ വിശ്വാസമേ കൊണ്ടെടുക്കാൻ പാടില്ല. എന്നോട് ഇക്കൊരു മെസ്സേജ് ഒരു അറിയുന്ന ഒരു സുഹൃത്താണ്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിതിൻ്റെ ബേസ് അറിയാത്തത് കൊണ്ടാണോ, അല്ല എല്ലാ വിഷയങ്ങളെ കാര്യമായി മനസ്സിലാക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിഹാസത്തോടു കൂടി കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ ഗൗരവപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതിപ്പോൾ വലിയൊരു ആന കാര്യം അതിലാണ് കൊണ്ടുവരുന്നത്. ഇത് എല്ലാ മുസ്ലിങ്ങളും ഖുർആനിൽ ഉള്ള ആയത്തിൻ്റെ ഭാഗമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. വൻ ഷക്കൽ ഖബർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലുള്ളൊരു ആയത്താണ്. എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ആ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അത്ഭുതമാണെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് ചോദിക്കാം, അല്ലേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് മാത്രമല്ല വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് അത്ഭുതമാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ മഹാനായ യേശു ക്രിസ്തു പിതാവില്ലാതെ ജനിച്ച ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം പിതാവില്ലാതെ ജനിക്കുക എന്നുള്ളത് വേറെ രൂപത്തിലല്ല, മറിച്ച് വളരെ കൃത്യമായി മാതാവിലൂടെ മാത്രമായി ജനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അത്. എങ്ങനെയാണ് അതുപോലെ മഹാനായിട്ടുള്ള മോശ പ്രവാചകൻ മൂസ അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ വടി പാമ്പായി മാറി, ശേഷം അത് വീണ്ടും വടിയായി മാറി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വടി കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്പർശിച്ച സമയത്ത് കടൽ രണ്ടായി പിളർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വെള്ളപ്പാണ്ട് സ്പർശനം കൊണ്ട് യേശു ക്രിസ്തു മാറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ പറയാണ്, സ്പർശനം കൊണ്ട് മഹാനായ യേശു ക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം സ്പർശനം കൊണ്ട് വെള്ളപ്പാണ്ട് മാറ്റി. മരണപ്പെട്ടവർ ജീവിച്ചു തിരിച്ചു ജീവിതത്തിലേക്ക് വന്നു. ചന്ദ്രൻ പിളർന്നതിനേക്കാൾ വലിയ അത്ഭുതമായിരിക്കും. ആ നിലക്ക് അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇതിനൊക്കപ്പുറത്ത് ഈ ചന്ദ്രനെ അടക്കം സൃഷ്ടിച്ചത് ഒരു സട്ടാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ എല്ലാവരെയും ഒരുപോലെ എന്താ പറയുക ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ ചില ആളുകൾക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഇങ്ങനെ വിശ്വസിക്കുക, പിതാവില്ലാതെ ഒരാൾ ജനിക്കുന്നത് എങ്ങനെ, വെള്ളപ്പാണ്ട് യേശു ക്രിസ്തു എങ്ങനെയാണ് സ്പർശനം കൊണ്ട് മാറ്റുന്നത്, അതേപോലെ തന്നെ മരിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, മോശ പ്രവാചകൻ സമുദ്രത്തിൽ വടികൊണ്ടടിച്ചപ്പോൾ അത് പിളരുന്നത് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക്, അതേപോലെ തന്നെ ചന്ദ്രൻ അത് പിളരുന്നത് എങ്ങനെയാണ്, ഇതൊന്നും ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാപഞ്ചികമായി പോസിബിൾ അല്ലല്ലോ. വളരെ വാലിഡ് ആയ ഒരു കൺസേൺ ആണ്. ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ വളരുക, സമുദ്രം വളരുക, അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് സ്പർശനം കൊണ്ട് മാറുക, അല്ലെങ്കിൽ പിതാവില്ലാതെ പിന്നെ ഒരു കുട്ടി ജനിക്കുക, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അല്ലേ? അതാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ അറിയുക, ഇത് ഒരു നോർമലായ പ്രാപഞ്ചിക
പ്രതിഭാസമായിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ഇതൊരു സിസ്റ്റമായിട്ട് അവതരിപ്പിക്കല്ല. ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചന്ദ്രൻ പിളരുന്നതാണ് അല്ലെങ്കിൽ പിളർന്നുകൊണ്ടിരിക്കുന്നതാണ്, നിരന്തരം പിളർന്ന സംവിധാനം അതിലുണ്ട് എന്നല്ല പറയുന്നത്. അതേപോലെ സമുദ്രത്തെ സ്പെസിഫിക് കണ്ടീഷനിൽ സ്പെസിഫിക് സാഹചര്യത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളാൽ പിളർത്തി എന്നാണ് പറയുന്നത്. അല്ലാതെ സമുദ്രം ഇടക്കിടക്ക് പിളരുന്നതാണ്, അതിന് പിളരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നോർമലി സമുദ്രം എന്ന് പറഞ്ഞാൽ പിളരുന്നതാണ്, അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ ജീവിക്കും, വെള്ളപ്പാണ്ട് സ്പർശനം കൊണ്ട് മാറും, പിതാവില്ലാതെ ഒരാൾ ജനിക്കും. ഇങ്ങനെയൊന്നല്ല ഒരു സിസ്റ്റത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് സാഹചര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതില് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രയാസം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ അത് പ്രാപഞ്ചികമായി പോസിബിൾ അല്ലല്ലോ. അതായത് പിതാവില്ലാതെ ഒരാൾ എങ്ങനെ ജനിക്കുക? നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താ? പിന്നെ ഈ പറഞ്ഞ സ്പേമും എഗ്ഗും അല്ലെങ്കിൽ സ്പേമും ഓവും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഫെർട്ടിലൈസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു, സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുന്നു, മോറൽ ഉണ്ടാവുന്നു, ബ്ലാസ്റ്റോസിസ് ഉണ്ടാവുന്നു, അങ്ങനെ അത് അവസാനം എന്ത് ചെയ്യുന്നു? പിന്നെ ഫീറ്റസ് ആകുന്നു. അത് അങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ ഈ സ്പേം ഇല്ലാന്ന്, അതായത് ഫസ്റ്റ് പ്രോസസ്, ഈ ആണില്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല, പുരുഷനില്ലെങ്കിൽ ഇത് നടക്കൂല. അപ്പോ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി നോക്കുമ്പോൾ പിതാവില്ലാതെ ഒരു കുട്ടി ജനിക്കില്ല. നമ്മൾ പറയാറുണ്ട്, പല ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് തന്തയില്ലാത്തവെന്ന് പ്രയോഗിക്കുന്ന സമയത്ത് അത് എന്ന് പറഞ്ഞാൽ വേറൊരു ആക്ഷേപസ്വരത്തിനപ്പുറം പ്രായോഗികമേ അല്ല, പോസിബിൾ അല്ല നമ്മൾ പറയാറുണ്ട്. അപ്പം ഒരിക്കലും ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പിന്നെ പ്രാപഞ്ചികമായി അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തു പിതാവില്ലാതെ മാതാവിലൂടെ മാത്രമായി ജനിച്ചതാണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസമായിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ച് ഇത് പ്രാപഞ്ചികമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതൊരു വ്യവസ്ഥയാണ്. നമ്മൾ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയാം, അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം എന്ന് പറയും. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു കോഴ്സ് നടക്കുന്ന ഒരു കാര്യം നടക്കുന്നത് അതിന് പിന്നിൽ ഒരു കോഴ്സ് ഉണ്ടാവും, അതിന് പിന്നിൽ ഒരു കോഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചികമായ ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥയോടുകൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഇതാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ പറ്റി നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടുപിടിക്കുന്ന പ്രക്രിയയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒട്ടും റാൻഡം അല്ലാത്ത വളരെ വ്യവസ്ഥാപിതമായിട്ട് ഒരുപാട് ലോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഒരുപാട് ഫംഗ്ഷൻസ് കാണാൻ പറ്റുന്നത്, ഒരുപാട് അത്തരം തിയറീസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യവസ്ഥ ഉണ്ട് എന്നുള്ളത് കൊണ്ടും നമുക്കത് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനൊരു വ്യവസ്ഥ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ വ്യത്യാസം എന്താ വെച്ചാൽ ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് ഇതൊരു ദൈവം സംവിധാനിച്ച വ്യവസ്ഥയാണെന്നാണ്. നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് ഇത് റാൻഡമായിട്ട് ഉണ്ടായ ഒരു വ്യവസ്ഥ. ഈ മില്യൺസ് ഓഫ് ലോസ് കൊണ്ട് നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അത്രയും വ്യവസ്ഥാപിതമായിട്ടുള്ള ലോസ് ഒക്കെ വളരെ റാൻഡമായിട്ട് ഒരു പിന്നിലൊരു ബുദ്ധിയും പ്രവർത്തിക്കാതെ, പിന്നിലൊരു ശക്തിയും പ്രവർത്തിക്കാതെ റാൻഡമായിട്ട് ഉണ്ടായതാണ് എന്നുള്ളതാണ് നിരീശ്വരവാദികളുടെ വാദം. അത് ഒരാൾ സംവിധാനിച്ചതാണെന്നാണ് വിശ്വാസികളുടെ വാദം. അതാണ് ടോട്ടലി രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്. എങ്കിലും ഫൈനലി നമ്മൾ എത്തുന്ന പോയിന്റ് വെച്ചാൽ ഈ പറഞ്ഞ രണ്ട് പിന്നെ കാര്യങ്ങളിൽ ഏതാണ് യുക്തിപരം എന്നുള്ളത് ആലോചിക്കാവുന്ന മതി. ഈ വ്യവസ്ഥ ഉണ്ട്, വ്യവസ്ഥക്ക് ഒരു വ്യവസ്ഥാപിതൻ ഉണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, വ്യവസ്ഥാപിതൻ ഇല്ല, അത് റാൻഡമായിട്ട് ഉണ്ടായതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത് ഏതാണ് ശരിയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി രണ്ടാമത്തത് വ്യവസ്ഥ ഉണ്ട്. അതിൽ വിശ്വാസികളുടെ പിന്നെ വാദം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യവസ്ഥയിലൂടെയാണ് പൊതുവിലുള്ള കാര്യങ്ങൾ നടക്കുക. പൊതുവിലുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു ആണും പെണ്ണും തമ്മിൽ ഇണചേരണം, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തമ്മിൽ ഫ്യൂസ് ചെയ്യണം, നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സൊക്കെ നടക്കണം. ഇതാണ് വ്യവസ്ഥ. അതേപോലെ തന്നെ പിന്നെ ബാക്കി ഏത് വിഷയത്തിലാണ്, വെള്ളപ്പാണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു രോഗങ്ങളാണെങ്കിലും അത് മാറാനുള്ള എന്താ വ്യവസ്ഥ, അത് ആ കാര്യങ്ങളൊക്കെ പൊതുവെയുള്ള പ്രാപഞ്ചികമായ നമ്മുടെ സയൻസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വ്യവസ്ഥ, പ്രാപഞ്ചികമായ ആ വ്യവസ്ഥകളിലൂടെയാണ് സംഭവിക്കുക. വിശ്വാസികളുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യവസ്ഥയ്ക്ക് ലംഘിച്ചുകൊണ്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ നമ്മുടെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യന്മാർക്കോ മറ്റേതെങ്കിലും ജീവികൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വ്യവസ്ഥന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭൗതിക ലോകത്ത് ഈ വ്യവസ്ഥക്ക് അപ്പുറം ഒരു കാര്യം സംഭവ്യമല്ല. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമുക്കാർക്കും ചന്ദ്രനെ വളർത്താൻ പറ്റൂല, അല്ലെങ്കിൽ നമുക്കാർക്കും ഒരു മാത്രം വെച്ചുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സമുദ്രത്തെ വളർത്താൻ നമുക്കാർക്കും പറ്റില്ല. എന്ന് വെച്ചാൽ സൃഷ്ടികളായ നമുക്കാർക്കും സാധാരണ രീതിയിൽ ഒരു വടി പാമ്പാവൂല, സ്പർശനം കൊണ്ട് വെള്ളപ്പാണ്ട് മാറില്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ചന്ദ്രനെ നമുക്കാർക്കും ഒരാൾക്കും വളർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പിന്നെ വീണ്ടും ചോദ്യം വരികയാണ്, അപ്പോൾ പിന്നെ എങ്ങനെ? നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞു ചോദിക്കും. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കാർക്കും ഇത് പോസിബിൾ അല്ല. ആർക്കു മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? ഈ വ്യവസ്ഥ സംവിധാനിച്ചവന് ഈ വ്യവസ്ഥക്കപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ പോസിബിളാണ്. അത് അവൻ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രത്യേക അവസ്ഥകളാണ്. ആ അവസ്ഥകൾ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥക്ക് അപ്പുറത്തേക്ക് വ്യവസ്ഥയെ ലംഘിക്കാനോ വ്യവസ്ഥക്ക് അപ്പുറം ഒരു കാര്യം കാണിച്ചു തരാനോ ഈ പടച്ചവന് മാത്രമേ പറ്റുള്ളൂ. ആ പടച്ചവൻ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ
ദിവ്യ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. മുഅ്ജിസത്ത് എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാകുന്നത് ഇജാസ് എന്ന് പറയുന്ന അത്ഭുതം എന്ന് പറയുന്ന, അത്ഭുതം എന്ന് പറഞ്ഞാൽ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലാത്തത് എന്നാണ് അർത്ഥം. അല്ലാതെ ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നോർമലായി സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴെങ്കിലുമാണ് കണ്ടിട്ടുള്ളൂ, നമ്മൾ സ്ഥിരം കാണാത്തതാണ് എന്നതുകൊണ്ട് പലപ്പോഴും തന്നെ മിറാക്കിൾ എന്ന് പറയാറുണ്ട്. അത് മിറാക്കിൾ അല്ല, അത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്കതിൽ കൗതുകം ഉണ്ടാവാം, ക്യൂരിയസ് ആയിരിക്കാം, നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കാം. പക്ഷെ അത് മിറാക്കിൾ അല്ല. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിൽ നിന്ന് അഥവാ വ്യവസ്ഥയിൽ നിന്ന്, സാധാരണ അവസ്ഥയിൽ നിന്ന് മാറി സംഭവിക്കുന്ന കാര്യമാണ്. ഇജാസാണ്, മുഅ്ജിസത്താണ്. അത്തരമൊരു കാര്യം പടച്ചവന് മാത്രമേ സംഭവിക്കാൻ പറ്റുള്ളൂ. അത് ഈ ലോകത്ത് അത്തരത്തിലൊരു ഒരു സംഭവം സംഭവിപ്പിക്കാനുള്ള കഴിവ് പടച്ചവന് ആർക്കും നൽകിയിട്ടില്ല. ഇത്തരം ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പടച്ചവൻ സംഭവിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടച്ചവനെ വെച്ചുകൊണ്ട്, ഈ പടച്ചവനെ കൂടി പിന്നിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ അതിനുശേഷം വ്യവസ്ഥയുണ്ട്, വ്യവസ്ഥക്ക് അപ്പുറം പടച്ചവൻ കാണിച്ചെന്ന ഇജാസാണ്, മുഅ്ജിസത്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മുഅ്ജിസത്തിനെ, ഈ അത്ഭുതത്തിനെ വ്യവസ്ഥ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത് പോസിബിൾ അല്ല. കാരണം ഇത് വളരെ സിമ്പിളാണ്. അതായത് വ്യവസ്ഥയെ സംവിധാനിച്ചവൻ പടച്ചവനാണ്, അവന് മാത്രമേ വ്യവസ്ഥക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധ്യമുള്ളൂ. വ്യവസ്ഥക്കപ്പുറം പ്രവർത്തിക്കാൻ അവന് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇത് വേറെ ആർക്കും പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, പിന്നെ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിക്ക്, ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചന്ദ്രനായിട്ട് വളർത്താൻ പറ്റില്ല. അവിടെ അത് അള്ളാഹു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സട്ടാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവാചകനാണ് എന്ന് അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ സ്പെസിഫിക് ആയ സമയത്ത് ആ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത അത്ഭുതമാണ്. അതേപോലെ ഇനി ആവർത്തിക്കാനും കഴിയില്ല. അപ്പൊ അദ്ദേഹം പിന്നെ ഒരു ദിവസം ചന്ദ്രനെ വളർത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നടക്കൂല. നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊന്നും ആ മനുഷ്യരുടെ ഇച്ഛക്കനുസരിച്ച് അത്. അതേപോലെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ ജനനം മഹതിയായ കന്യാമറിയമിന്റെ അടക്കം പരിശുദ്ധിയുമായി കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കണം എന്നുള്ളതും അങ്ങനെ ഒരു പ്രവാചകൻ വരണം എന്നുള്ളതും പടച്ചവന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. ആ ദൈവം ആ പ്രവാചകത്വവും ആ അമാനുഷികതയും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്ത് ചെയ്തു? ഈ പിതാവില്ലാത്ത രൂപത്തിൽ കന്യാമറിയമിനെ, പരിശുദ്ധയായ കന്യാമറിയമിനെ എന്ത് ചെയ്തു? ഈ രൂപത്തിൽ ഇത്തരത്തിലൊരു അത്ഭുതത്തിലൂടെ കടന്നു പോകുന്നു. എന്നിട്ട് ഞങ്ങൾ അതുമാത്രമല്ല വിശ്വസിക്കുന്ന, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മഹാനായ യേശുക്രിസ്തു ജനിച്ച് വീഴുന്നതിന് ശേഷം തൊട്ടിലിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ഇന്നി അബ്ദുള്ള, ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു. ആത്താനിയൽ കിതാബ്, എനിക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ചോദിക്കാണ്, തൊട്ടിലിൽ കിടന്ന കുട്ടി സംസാരിക്കുമോ? ബയോളജിക്കലി പോസിബിൾ ആണോ? പോസിബിൾ അല്ല. വ്യവസ്ഥാപിതമായ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഒരു കുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഇങ്ങനെ സംസാരിക്കൂല. പക്ഷേ ഈ വ്യവസ്ഥയെ നിശ്ചയിച്ച പടച്ചവൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു സമുദ്രം രണ്ടായി പിളർത്താൻ പറ്റുമോ? പറ്റൂല. എന്നാൽ മോശെ പ്രവാചകന്റെ പ്രവാചകത്വം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ദൈവം അത്തരത്തിലൊരു അത്ഭുതം മോശെ പ്രവാചകനിലൂടെ കാണിച്ചു കൊടുത്തു. ദൈവമാണ് പ്രവർത്തിച്ചത്, മോശെ പ്രവാചകൻ അല്ലാതെ ചെയ്തത്. യേശുവാണ് പിന്നെ വെള്ളപ്പാണ്ട് മാറ്റിയത് എന്നല്ല പറയുന്നത്, മറിച്ച് കൃത്യമായി കൊണ്ട് തന്നെ യേശു ചെയ്തു. ഖുർആന്റെ അവസാനത്തെ വേർഡ് എന്ന് വെച്ചാൽ ബി ഇതിനില്ല, അള്ളാഹു ആണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം അള്ളാഹു, അതായത് ഏകനായ സ്രഷ്ടാവാണ് ഇത് പ്രവൃത്തി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനോ മോശെ പ്രവാചകനോ മുഹമ്മദ് നബിക്കോ ഒന്നും ഈ അത്ഭുതങ്ങൾ ഒരു മനുഷ്യർ എന്ന നിലക്ക് അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർ പ്രവാചകരായതുകൊണ്ട് അവരുടെ പ്രവാചകത്വം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം അവരിലൂടെ കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളാണിത്. അത്ഭുതം എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. ഈ നോർമൽ പ്രോസസ് ആണെങ്കിൽ അത്ഭുതം എന്ന് പറയോ? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ഇവർ ഭയങ്കര പറയുന്നത് വെച്ചാൽ ചന്ദ്രൻ എങ്ങനെ പിളർത്തുക? ചന്ദ്രനെ പിളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഞങ്ങളുടെ മഹാപ്രവാചകൻ അദ്ദേഹത്തിന്റെ അമാനുഷിക കഴിവായിക്കൊണ്ട് ചന്ദ്രനെ പിളർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് കാര്യമുള്ളൂ? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണെങ്കിൽ, ഓൾറെഡി പോസിബിൾ ആയ ഒരു കാര്യമാണെങ്കിൽ ഒരു അത്ഭുതം ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ പറയുന്ന പിന്നെ പലതരത്തിലുള്ള ഇസ്രാ മിറാജ് യാത്രയെക്കുറിച്ചാണെങ്കിലൊക്കെ ബുറാക്കിൽ പോയി എന്നൊക്കെ പറയും. അതൊക്കെ നോർമലി നടക്കുന്ന പ്രോസസ്സുകളല്ല, അത് അത്ഭുതങ്ങളാണ് എന്നുള്ളത്. ആ വൈരുദ്ധ്യം അത്ര ലളിതാണ്. അഥവാ ഈ വ്യവസ്ഥക്ക് അപ്പുറമുള്ളൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അതിനെ വ്യവസ്ഥയുമായി ചേർത്തുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന ഭയങ്കരമായ പ്രശ്നം. വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ അതിന് അത്ഭുതമായിട്ടോ വേറെ ആയിട്ടോ പറയില്ലോ എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട്. എന്നിട്ട് ഇതിന് ഇവർ പറയുന്ന മറുപടി എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇതിനെ ഈ നിലക്ക് ഫിലോസഫിക്കലി ദൈവം, എല്ലാത്തിനും കഴിവുള്ള ദൈവത്തിന് ഇത് പോസിബിളാണ്. അപ്പോൾ ഇതാണ് വിശ്വാസികൾ ഇത് വിശ്വസിക്കാനുള്ള യുക്തി. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗം കാണിച്ചിട്ട്
ഇവർ പറയുന്ന മറുപടി നമ്മൾ പൊതുവേ പ്രതീക്ഷിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, അങ്ങനെ ദൈവം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനും കഴിവുള്ള ദൈവം ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അത്ര യുക്തിപരമല്ല എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് കാര്യമായ ഒരാൾ മറുപടി ചെയ്തത് കുറച്ച് ആൾക്കാർ അയച്ചെന്നൊരു റീലാണ്. അതിൽ പറയുന്ന മറുപടി ഒന്ന്: ഭൂമിയിൽ നിന്ന് ഏകദേശം 3,84,400 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ ഇപ്പോൾ ഉള്ളത്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം. ഏകദേശം ചന്ദ്രന്റെ പ്രായം എന്ന് പറയുന്നത് 4.5 ബില്യൺ വർഷമാണ്. അതിനെന്താ, അത് ഭൂമിയിൽ നിന്നും ചന്ദ്രൻ ഇത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ ഇത്ര പ്രായമുണ്ട്, സോ വാട്ട്? ഇത് നമ്മൾ പറയുന്നത് ചന്ദ്രൻ്റെ ഏതെങ്കിലും ശാസ്ത്രീയമായി അതിൻ്റെ പ്രായമോ അതിൻ്റെ ദൂരമോ ഒന്നും അല്ലല്ലോ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം പടച്ചിട്ടുള്ള പടച്ചോൻ, ആ പടച്ചോന് ഒറ്റയടിക്ക് നേരെ ചന്ദ്രൻ ഇങ്ങനെയാണ് പടച്ചത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ചന്ദ്രൻ ഫോം ചെയ്ത് ചിലപ്പം ഇന്ന വ്യവസ്ഥയിലായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ഫോം ചെയ്ത ആ ചന്ദ്രൻ അത് പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്കപ്പുറത്തായിക്കൊണ്ട് പടച്ചവൻ്റെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവിച്ചു, തിരിച്ച് അത് പടച്ചവൻ ഇങ്ങനെ ആക്കി എന്നുള്ളതാണ് വിശ്വാസം. അതിന് ഇതെങ്ങനെയാണ് കോൺട്രഡിക്ടറി ആവുന്നത്, ഇതെങ്ങനെയാണ് മറുപടിയാകുന്നത്, ഇതെന്ത് മറുപടിയാണ് എന്നുള്ളതാണ് ബാക്കി പറയുന്നത്. ഭൂമിയുടെ പ്രായം തന്നെ ഏകദേശം ചന്ദ്രനുമുണ്ട്. എങ്ങനെയാണ് ചന്ദ്രൻ ഫോം ആയത്? അതിനൊരു ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. കൂടുതൽ സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ്, ദ ജയന്റ് ഇമ്പാക്ട് ഹൈപ്പോത്തസിസ്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായതിനു ശേഷം ചൊവ്വയുടെ വലുപ്പമുള്ള മറ്റൊരു ഗ്രഹം, മറ്റൊരു ഒബ്ജക്റ്റ് ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചു. അതിന് പേരാണ് ടിയ. ആ കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ട പാറകള്, പൊടിപടലങ്ങള്, അവ ഭൂമിയെ ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭൂമിക്ക് ഒരു റിംഗ് ഉണ്ടായിരുന്നു ആദ്യം. ഇന്ന് നമ്മൾ ശനിഗ്രഹത്തിനൊരു റിംഗ് കാണുന്ന പോലെ ഭൂമിയുടെ ആദ്യകാലത്ത് അങ്ങനെ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ആ പൊടിപടലങ്ങള് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം കൂടിച്ചേർന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് മൂൺ ഫോം ആവുന്നത്. ഇന്ന് കാണുന്നൊരു അവസ്ഥയല്ല. അതായത് ഇന്ന് നമ്മൾ കാണുന്ന മൂണിന്റെ ഏകദേശം 20 മടങ്ങ് വലുതായിട്ടാണ് അന്ന് മൂൺ. അതിനെന്താന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ വലിയ കാര്യമാതിരി എന്തോ ഇരുന്നിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടിയാണെന്ന്. ഈ മൂൺ ഫോം ചെയ്തതോ അല്ലെങ്കിൽ മൂൺ ഫോം ചെയ്ത ആദ്യം വലുതായിരുന്നു പിന്നെ ചെറുതായിരുന്നു, അതിന് ഇത്ര പ്രായം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടൊക്കെ എന്താ ഇത് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ആ മൂൺ അവിടെ ഉണ്ട്, ആ ഇന്ന ഒരു സമയത്ത് പിന്നെ ഒരു അത്ഭുതമായിക്കൊണ്ട് പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച എല്ലാത്തിനും കഴിവുള്ള പടച്ചവൻ അതിനെ സ്പ്ലിറ്റാക്കി അതിനെ വീണ്ടും യോജിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് ഇതെങ്ങനെയാണ് മറുപടിയാകുന്നത്? എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ChatGPT ന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ കിട്ടിയിട്ടുള്ള കുറേ ഫാക്റ്റും കണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ഇതിനെങ്ങനെയാണ് മറുപടി ആകുന്നതെന്നൊന്ന് പറഞ്ഞുതരൂ. ബാക്കി വിസിബിൾ ആയിരുന്നത് കാരണം അത്ര അടുത്തായിരുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ 16,000 മുതൽ 25,000 കിലോമീറ്റർ അടുത്തായിരുന്നു മൂൺ ഭൂമിയുടെ. ഇന്ന് കാണുന്ന മൂൺ ഏകദേശം 4.5 ബില്യൺ വർഷം എടുത്ത് ഒരു വർഷത്തിൽ 3.8 സെന്റിമീറ്റർ അകലെ എന്ന ഡിസ്റ്റൻസിൽ ഈ മൂൺ ഭൂമിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്താ അങ്ങനെ അകലുന്നുണ്ട്? അതുകൊണ്ട് എന്താ, വാട്ട്സ് യുവർ പോയിന്റ്? അതൊന്നും പറയും. അങ്ങനെ ഇപ്പോ 3,84,400 കിലോമീറ്റർ അകലെ എത്തി നിൽക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഏകദേശം 3.5 ബില്യൺ വർഷം മുതൽ 4 ബില്യൺ ആ ഒരു കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ ഉണ്ടാവുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സമുദ്രത്തിലാണ് ജീവൻ ഉണ്ടാവുന്നത്. ആ ജീവൻ പിന്നീട് പരിണമിച്ച് കടലിൽ മുഴുവൻ ജീവികളായി, പിന്നെ കരയിലേക്ക് വന്നു, പിന്നെ വീണ്ടും അത് കിടന്ന് പരിണമിച്ച്. എനിക്ക് തോന്നുന്നു വായിച്ച സയൻസ് മൊത്തം പറയുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ചന്ദ്രൻ അത് പിളർന്നോ ഇല്ല എന്നുള്ള ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസികൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ദൈവത്തിന് എല്ലാത്തിനും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിൻ്റെ ഭാഗമായി ചെയ്തൊരു പ്രവൃത്തി എന്നുള്ള നിലക്കാണ് സംഭവം ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഇയാളിത് മൂണിനെ കുറിച്ചുള്ള അതിൻ്റെ ഫോർമേഷൻ, അത് അകലുന്നതിനെ കുറിച്ച്, അതാദ്യം വലുതായിരുന്നു പിന്നെ ചെറുതായിരുന്നു, പിന്നെ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള ഈ പറഞ്ഞ സമുദ്രത്തിൽ ജീവൻ ഉണ്ടായതുമായി ബന്ധപ്പെട്ടു, ജീവൻ ഉണ്ടായതിനെക്കുറിച്ച് അബയോജെനിസിസിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് നമ്മളെ ചാനലിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഹൈപ്പോത്തസിസുകളുണ്ട്, അതിൻ്റെ കുറേ പിന്നെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യം വിചാരിച്ചിരുന്ന പ്രിമിറ്റീവ് എർത്ത്, അതിലുള്ള പിന്നെ ഗ്യാസസ്, അത് ആദ്യം വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ. ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, പല തിയറീസും തള്ളിപ്പോകുന്നു, പുതിയത് വരുന്നു, അത് വീണ്ടും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ എവിടുന്നോ കേട്ടിട്ടുള്ള കുറേ തിയറീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതും നമ്മളുടെ വിഷയവും തമ്മിൽ എന്താണ് ബന്ധം? മനുഷ്യനായി ആ മനുഷ്യൻ 1969 ജൂലൈ 20 അവന്റെ മദർ പ്ലാനറ്റിൽ നിന്ന് പറന്ന് മൂൺ ലാൻഡിംഗ് നടത്തി അവന്റെ കാല് പതിപ്പിച്ചു. എന്ന് വെച്ചാൽ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ഫോമായ ഒരു ജീവൻ പരിണമിച്ച് മനുഷ്യനായി മൂണിൽ കാലുകുത്തിയെന്ന്. അതുകൊണ്ട് എന്താ, മനുഷ്യൻ മൂണിൽ കാലുകുത്തി. അപ്പോൾ ഒരു എന്താ വെച്ചാൽ എവിടുന്നൊക്കെ പഠിച്ചിട്ടുള്ള കുറേ വിജ്ഞാനങ്ങളൊക്കെ ചന്ദ്രൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളും വാരി വിതറുക എന്നുള്ളതല്ലാതെ ഇതിന് ലോജിക്കലി എന്താണ് വെക്കുന്ന ആർഗ്യുമെന്റ് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ
എത്രയോ സയന്റിസ്റ്റുകളുടെ റിസർച്ചിന്റെ ഫലമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. പക്ഷേ ചന്ദ്രനെ പിളർത്തി എന്ന് ഒരു മതവിഭാഗക്കാർ വിശ്വസിക്കുകയാണ്. ഒരു കൂട്ടം ജനങ്ങള് എന്ന് വെച്ചാൽ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടെന്ന്, ആ മതത്തിലുള്ള എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അത് പ്രഘോഷിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ 1969 കാലുകുത്തിയിട്ടും നമ്മൾ അതിനുശേഷം ഒരുപാട് മിഷൻ ചന്ദ്രനിൽ നടത്തിയിട്ടും ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്ത് തലച്ചോറാണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ മൂപ്പർക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടും ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തുന്നതോ അല്ലെങ്കിൽ മനുഷ്യൻ ശാസ്ത്ര പുരോഗതികൾ നേടുന്നതോ ഇതും തമ്മിൽ എന്താണ് ബന്ധം? ശാസ്ത്ര പുരോഗതികൾ നേടി എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ദൈവം ഇല്ലാന്ന് കണ്ടെത്തിയോ? ദൈവത്തിന് എല്ലാത്തിനും കഴിവില്ല എന്ന് കണ്ടെത്തിയോ? ദൈവത്തിന് പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ പറ്റൂല എന്നുള്ളത് കണ്ടെത്തിയോ? എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ആലോചിച്ചൊക്കെ. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് ഇന്നത്തെ കാലത്തും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. യേശു ക്രിസ്തു പിന്നെ പിതാവില്ലാതെ ജനിച്ചു, അത് ഇന്നത്തെ കാലത്തും വിശ്വസിക്കുന്നുണ്ടോ? വെള്ളപ്പാണ്ട് മാറ്റി, അത് ഇന്നത്തെ കാലത്തും വിശ്വസിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ മരിച്ചവരെ പിന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, ഇന്നത്തെ കാലത്തും വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ എല്ലാം ആയിന്നാണ്. എന്നാൽ ഈ ചങ്ങാതിമാർ ഈ 2025 ഒരു പ്രൈമോഡിയൽ സൂപ്പിൽ കുറച്ച് പിന്നെ ലൈറ്റ്നിങ്ങും തണ്ടറും വോൾക്കാനൊക്കെ വന്നും കണ്ടാണ് ഒരു പിന്നെ സെല്ല് തനിയെ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന മഹാ അന്ധവിശ്വാസം ഇന്നത്തെ കാലത്തും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. ഒരു തരത്തിലുള്ള നമുക്കറിയാം റിഡക്റ്റീവ് എൻവയൺമെൻ്റ് ആയിരുന്നു പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ നിലക്കും തള്ളിപ്പോയ ഈ സിദ്ധാന്തമൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഈ പ്രാപഞ്ചിക വ്യവസ്ഥൻ്റെ ഉള്ളിൽ തന്നെ മഹാപൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അതേപോലെ തന്നെ അനാദിയായ ലോകം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബാങ്ങോട് കൂടിയൊക്കെ തള്ളിപ്പോയിട്ടുള്ള, ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ലായിരുന്നു എന്ന് വരെ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പോലും ഇപ്പം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. പ്രാപഞ്ചിക വ്യവസ്ഥൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിച്ചാൽ ഇപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന മഹാപൊട്ടത്തരങ്ങളൊക്കെ ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുമായി പ്രാപഞ്ചിക വ്യവസ്ഥൻ്റെ അപ്പുറത്തുള്ള ഒരു ഫിലോസഫിക്കലായി മതവിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇന്നും വിശ്വസിക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ ഒരു എന്താ പറയുക, ഒരു ഇൻ്റലക്ച്വൽ സുപ്പീരിയോറിറ്റി നേടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്വയം താഴ്ന്നു പോകണമെന്ന് മാത്രമാണ്. കാരണം എല്ലാ വിശ്വാസത്തിനും അതിൻ്റേതായ അടിസ്ഥാനങ്ങളുണ്ട്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും പോയിട്ട് ചന്ദ്രനെ കണ്ട് രണ്ടെണ്ണാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നല്ല. ഇവിടെ ഗ്രാവിറ്റിയുടെ കാര്യമൊക്കെ ഗ്രാവിറ്റി ഉണ്ട് ഒബ്വിയസ്ലി. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ രീതിയിലുള്ള പ്രാപഞ്ചിക വ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ചന്ദ്രനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഗ്രാവിറ്റീൻ്റെ പ്രശ്നം വരും, രണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ചന്ദ്രനെ പിളർത്തൽ പോസിബിൾ അല്ല. ആ വ്യവസ്ഥക്കപ്പുറത്ത് അതിനെ പോസിബിൾ ആക്കാൻ ആർക്കേ പറ്റുള്ളൂ? അതിനെ സംവിധാനിച്ച, ആ വ്യവസ്ഥയെ സംവിധാനിച്ച പഠിച്ചവന് മാത്രമേ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ബാക്കി ഇനിയും 100 കണക്കിന് മിഷൻസ് നടക്കും, ഇനിയും 1000 കണക്കിന് മിഷൻസ് നടക്കും, നമ്മൾ ചൊവ്വയിൽ പോകും. എന്തൊക്കെ നടന്നാലും ഈ ചന്ദ്രനെ പിളർത്തിയ കഥ അപ്പോഴും 1000 വർഷം കഴിഞ്ഞാലും ഏകദേശം നിലനിൽക്കാൻ സാധ്യതയുണ്ട്, അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്. ഈ നിലക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. കാരണം മതവിശ്വാസികളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സയൻസ് ഇപ്പോഴാണ് സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ളത്. മതവിശ്വാസികൾ സയൻസ് ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, സയൻസ് ഇൻസെൻറ്റിവൈസ്ഡ് അല്ലായിരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും അതൊരു കറവപ്പശുവിനെ പോലെ അതിൽ നിന്നും പണം കിട്ടാതിരുന്ന കാലഘട്ടത്തിൽ പോലും ത്യാഗം സഹിച്ച് മതവിശ്വാസികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതാണ് ശാസ്ത്രം. ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലയിലും മതവിശ്വാസികളുടെ ചോരയും നീരുമാണ് കാണാൻ സാധിക്കുക. മതവിശ്വാസികളാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ സട്ടാവ് സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കട്ടെ എന്ന ഒരു ആഗ്രഹത്തിൽ മതവിശ്വാസികളാണ് ശാസ്ത്രത്തെ വളർത്തിയത്. അത് കഴിഞ്ഞിപ്പോൾ ടെക്നോളജിയിലേക്ക്, അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ കയറി വന്ന നിരീശ്വരവാദികൾ ഇപ്പോൾ ഇങ്ങനെ ഞെളിഞ്ഞു പറയാണ്, അതാ സയൻസ്, ഞങ്ങൾക്ക് കുറച്ച് സയൻസ് കിട്ടിയിട്ടുണ്ട്, ആ സയൻസിൻ്റെ കാലത്തും മതവിശ്വാസവുമായി ജീവിക്കാൻ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ സയൻസ് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമാണത്. കുറച്ച് കാലമാകുമ്പോൾ സയൻസ് എന്താണെന്നുള്ളതും പ്രപഞ്ചം എന്താണ്, പ്രാപഞ്ച വ്യവസ്ഥ എന്താണ്, അതിനപ്പുറത്തുള്ളതിനെക്കുറിച്ച് എന്താണ്, മെറ്റാഫിസിക്സ് എന്താണ്, ഫിസിക്സ് എന്താണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കാലം ഈ സയൻസുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നിൽക്ക്. അപ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവും. ആ സമയത്ത് ചിലപ്പം ബോധ്യപ്പെട്ടേക്കാം. അത് ബോധ്യപ്പെടാതെ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചൊവ്വയിലെത്തിയാലും അതിനപ്പുറത്തേക്ക് എത്തിയാലും ഇതൊന്നും മനസ്സിലാവാനുള്ള ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനെക്കുറിച്ചൊന്നും ബോധ്യപ്പെടാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് ആ നിലക്ക് കുറച്ചുകൂടിയൊക്കെ സയൻസിൽ ഇത്രയും കാലം ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത നിരീശ്വരവാദികൾ ഇനിയെങ്കിലും സയൻസ് എന്താണ് എന്നുള്ളതും അതിനപ്പുറത്തുള്ളത് എന്താണെന്നുള്ളതും മതവിശ്വാസം എന്താണെന്നുള്ളതൊക്കെ ഒരു കുറച്ചൊക്കെ ഒന്ന് അവധാനതയോടുകൂടി മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.